എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. IPL ഇന്ന് രണ്ടാം ക്വാളിഫയർ ദിനമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ചെപ്പോക്കിൽ മുഖാമുഖം വരുന്ന വാശിയേറിയ പോരാട്ടം. ഒരു ജയമകലെ IPL 2027 ഗ്രാൻഡ് ഫിനാലെ ടിക്കറ്റ് ഉറപ്പാക്കാം ജയിക്കുന്നവർക്ക്. അതിനാൽ തന്നെ വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കും SRHും രാജസ്ഥാനും. അപ്പോൾ SRH വേഴ്സസ് RR മാച്ച് പ്രിവ്യൂ ക്വാളിഫയർ 2 എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചെപ്പോക്കിലാണ് കളി നടക്കാൻ പോകുന്നത്. ഒന്നാം ക്വാളിഫയറും എലിമിനേറ്ററും അഹമ്മദാബാദിലായിരുന്നുവെങ്കിൽ രണ്ടാം ക്വാളിഫയറും ഫൈനലും ചെപ്പോക്കിലാണ് നടക്കാൻ പോകുന്നത്. ചതിക്കുഴികൾ ഒരുപാട് നിറഞ്ഞ ചെപ്പോക്കിൽ SRHും രാജസ്ഥാനും അങ്ങനെ വിജയതൃഷ്ണതയോടെ വരാൻ പോകുന്ന പോരാട്ടം. നമുക്കറിയാം, ചെപ്പോക്ക് എന്ന് പറയുന്നത് പൊതുവെ ഒരു ലോ സ്കോറിംഗ് പിച്ചാണ്. ഇപ്പോൾ രാജസ്ഥാനാകട്ടെ അവരുടെ അവസാന 12-13 ഓവർ കൊണ്ട് പോരാട്ടം അവർ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ CSK നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ മത്സരത്തിലും ഒരു ലോ സ്കോറിംഗ് ഗെയിമായിരുന്നു. 142 കണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ CSKയ്ക്കും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ പവർ പ്ലേയിൽ അവർ മികച്ച റൺസ് കണ്ടെത്തിയതിൽ തന്നെ മിഡിൽ ഓവേഴ്സിൽ അവർക്ക് കാര്യമായിട്ട് അധികം വിഷമിക്കാതെ തന്നെ ആ ഒരു ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ അതിനാൽ തന്നെ ലോ സ്കോറിംഗ് പിച്ചാണ് ചെപ്പോക്കിൽ. അതിനാൽ തന്നെ പവർ പ്ലേ കാര്യമായിട്ട് യൂസ് ചെയ്താൽ ആ ടീമിന് ഇന്നത്തെ പോരാട്ടത്തിൽ അത്ര പ്രശ്നങ്ങളുണ്ടാകാനിടയില്ല. അതോടൊപ്പം തന്നെ ടോസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ്. ടോസ് നേടിയ ക്യാപ്റ്റൻ ഡെഫിനറ്റായിട്ടും അവിടെ ബൗളായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ അതിനാൽ തന്നെ ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പിച്ചാണ് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം. പൊതുവെ ഒരു ലോ സ്കോറിംഗ് പിച്ചാണ്. സോ അതിനാൽ തന്നെ പവർ പ്ലേയിൽ തന്നെ സെഞ്ചുറി അടിക്കാൻ കെൽപ്പുള്ള SRH ഒരു വശത്ത്, പവർ പ്ലേയിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ മറുവശത്ത്. അതായിരിക്കും ഇന്നത്തെ കീ ബാറ്റിൽ. അതോടൊപ്പം തന്നെ സ്പിന്നർമാർക്ക് മികച്ച ടേണുകളും ഒക്കെ ലഭിക്കുന്ന ഒരു പിച്ചാണ് ചെപ്പോക്കിൽ. സോ അതിനാൽ തന്നെ ഇരു ടീമിലും ഇന്ന് അഡീഷണൽ സ്പിന്നർമാരെ അവർ പരിഗണിച്ചേക്കാം. ഇപ്പോൾ രാജസ്ഥാനിലാവട്ടെ മികച്ച സ്പിന്നർമാരായിട്ടുള്ള അശ്വിനും ചഹലുമുണ്ട്. സോ അവർക്ക് പുറമെ അഡീഷണൽ സ്പിന്നറുടെ ഒരുപക്ഷെ കേശവ് മഹാരാജ് കൂടി RRൻ്റെ ടീമിലേക്ക് ഇന്ന് എത്തിയേക്കാം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട്. SRH നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മായങ്ക് മാർക്കണ്ടയോടൊപ്പം ഷഹബാസ് അഹമ്മദ്, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയവരും അവരുടെ സ്ക്വാഡിൽ സ്പിന്നർമാരായിട്ടുണ്ട്. സോ ഇരു ടീമിലും ഇന്നൊരു അഡീഷണൽ സ്പിന്നറെ നമുക്ക് കാണാൻ പറ്റിയേക്കും. പിന്നെ 11 കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഷിംറോൺ ഹെറ്റ്മേർ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ടോം കോളർ കാഡ്മോറും ഒപ്പം യശസ്വി ജയ്സ്വാളുമായിരിക്കും ഓപ്പണിംഗ് തുടങ്ങാൻ പോകുന്നത്. സഞ്ജു സാംസൺ, പരാഗും, ജുറലും പിന്നീടുള്ള നമ്പറുകളിൽ വന്നേക്കാം. SRHലും ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും അടങ്ങുന്ന വെടിക്കേറ്റ് ബാറ്റിംഗ് നിര, പിന്നെ നിതീഷ് കുമാറും ഹൈൻഡ്രിച്ച് ക്ലാസനും പാറ്റ് കമിൻസും ഭുവനേശ്വറും നടരാജനും ഒക്കെ അടങ്ങുന്ന ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിരിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ ലോ സ്കോറിംഗ് പിച്ചാണ്. അതിനാൽ തന്നെ പവർ പ്ലേ, ടോസ് നേടുന്ന ക്യാപ്റ്റൻ, ടോസ് വളരെ നിർണായകമാണ്. ടോസും പവർ പ്ലേയും വളരെയധികം നിർണായകമായ ഒരു പിച്ചാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ. സോ ഒരു ജയമകലെ IPL കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പാക്കാൻ SRHും RRും ഇന്നിറങ്ങുമ്പോൾ ആരായിരിക്കും ടോസ് ഭാഗ്യം നേടിക്കൊണ്ട് ആ ഒരു കളി തിരിക്കാൻ പോകുന്നത്? കാത്തിരിക്കാം. SRH വേഴ്സസ് RR ക്വാളിഫയർ 2.